Okay, so let's start with the next lecture on inheritance. So inheritance എന്ന് പറയുന്ന കാര്യം നമ്മൾ ഓൾറെഡി C++ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എക്സാക്ട് സെയിം കോൺസെപ്റ്റ് ആണ്. ചെറിയ ഒരു കോഡ് സിൻടാക്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കോൺസെപ്റ്റും സെയിം ആണ്. സോ ഇറ്റ് ഈസ് ഈസി പാർട്ട്. So let's look at the definitions of inheritance. So inheritance in Java is a mechanism in which one object acquires all properties and behaviors of a parent object. അതായത് നമുക്കൊരു നമ്മുടെ എപ്പോഴും ഒരു ക്ലാസ് you have defined a class. Okay, let's say my class name is let's say my class name is my class name is my class. Okay, and I have defined an object of my class by my class my object equal to new my class. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, my object. Now this class can be inherited from a parent class. Okay, and parent class you can have a similar class my parent, and in square braces whatever you want to do, you can write define variables, you can define methods inside this class. Okay, now this class, that is my class, will have many properties of the parent class. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. Now the idea behind the inheritance Java is that you can create new classes that are built upon existing class. ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ റീയൂസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. When you inherit from an existing class, you can reuse the methods and fields of the parent class. Moreover, you can add new methods and fields in your current classes also. So അതാണ് മെയിൻ എയിം, റീയൂസബിലിറ്റി. പേരന്റ് ക്ലാസിന്റെ കാര്യങ്ങൾ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ റീയൂസ് ചെയ്യാം. നമ്മളൊരു ഫിസിക്കൽ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം. ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്കൊരു ലെറ്റ്സ് സേ 1 million അല്ലെങ്കിൽ 10 lakh rupees വേണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 lakh rupees എടുക്കാനില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അച്ഛനോടും അമ്മയോടും ചോദിക്കും, അച്ഛാ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം, തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പാരന്റ്സ് നിങ്ങളുടെ രീതിയിൽ അവരുടെ രീതിയിൽ തരാൻ വേണ്ടിയുള്ള സമ്പാദ്യങ്ങളും അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം അച്ഛൻ പറയും, എൻ്റെ ഒരു 5 ലക്ഷം രൂപയുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ തരാം, അത് നിനക്ക് വേണ്ടി കാത്തു വെച്ച് നിനക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചതാണെന്ന് പറയും. അവന് 5 ലക്ഷം രൂപ കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള 5 ലക്ഷം രൂപ നിങ്ങൾ ഒപ്പിച്ചാൽ മതി. ബേസിക്കലി അപ്പോൾ ആ 5 lakh rupee എന്ന് പറയുന്നത് നിങ്ങളുടെ പാരൻസിൻ്റെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യം നിങ്ങൾക്ക് ഓൾറെഡി ഇൻഹെറിറ്റ് ചെയ്യും. കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ള എഫേർട്ടൊന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ 5 lakh rupees ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ ബാക്കിയുള്ള 5 ലക്ഷം രൂപ കൂടെ വേണം. ആ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ബീങ് കോൾഡ് ആസ് ഇൻഹെറിറ്റൻസ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരൊക്കെയോ മൈക്ക് മ്യൂട്ട് ആക്കുന്നു. പ്രസന്റേഷൻ കാണുന്നില്ല. പ്രസന്റേഷൻ കാണുന്നില്ലേ? ഇല്ല. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഇപ്പൊ കാണാവോ? കാണാമല്ലോ അല്ലേ? ആർക്കെങ്കിലും കാണാത്തതുണ്ടോ? ഇല്ല.
Okay. സാറ് PPT കാണിക്കുന്നുണ്ടോ അതോ ജസ്റ്റ് ഈ ഒരു ഗൂഗിൾ മീറ്റിന്റെ വിൻഡോയിൽ തന്നെയാണോ ഉള്ളത്? എങ്ങനെയാണ് സാറ് PPTന്റെ സ്ക്രീനിലേക്ക് പോയിട്ടുണ്ടോ അതോ ജസ്റ്റ് ഇപ്പോൾ ഇപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീനിലാണ്. അത് കാണുന്നുണ്ട്, PPT കാണുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. കാണുന്നില്ല അല്ലേ? ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, PPT കാണാമോ ഇപ്പൊ? Are you getting the PPT? Okay, fine. ഓക്കെ, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നില്ല. ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഹെറിറ്റൻസ്, ജാവ ഇൻഹെറിറ്റൻസിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ബേസിക്കലി ഇൻഹെറിറ്റൻസിന്റെ ഡെഫിനിഷൻ. നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി ഇൻഹെറിറ്റൻസിന്റെ കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്ലാസ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ് വിച്ച് ഹാവ് കോമൺ പ്രോപ്പർട്ടീസ്. ഓക്കെ, ആൻഡ് objects are created from the class. ഇനി സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ് വിച്ച് ഇൻഹെറിറ്റ്സ് ദ അതർ ക്ലാസ് എന്ന് പറയുന്നതാണ് സബ് ക്ലാസ്. ഇതിന്റെ മറ്റൊരു പേരാണ് ഡിറൈവ് ക്ലാസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്. സംതിങ് ദർ ഈസ് കോൾഡ് ആസ് എ സൂപ്പർ ക്ലാസ് ഓർ പാരന്റ് ക്ലാസ്. സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫ്രം വേർ എ സബ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, അതിനെയാണ് സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് എന്ന് പറയുന്നത്. There is different name for it. It's called as a base class or a parent class. Now there's a term called as reusability. Reusability എന്ന് പറഞ്ഞാൽ mechanism in which facilitates to reuse the fields and methods of the existing class when you create a new class. ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ എക്സാമ്പിളിൽ നിങ്ങൾ ആ 5 lakh rupees പാരൻസിന് റീയൂസ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് റീയൂസബിലിറ്റി. അപ്പോൾ പാരന്റ് ക്ലാസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സബ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൽ റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് റീയൂസബിലിറ്റി. സോ ലെറ്റ്സ് സീ ദ സിൻടാക്സ്. C++ലെ പോലെ തന്നെ ലെറ്റ്സ് സേ മൈ സബ് ക്ലാസ് നെയിം ഈസ് സബ് ക്ലാസ് നെയിം. സോ യു ഡിഫൈൻ ദ ക്ലാസ്, യു ഡിഫൈൻ ദ സബ് ക്ലാസ് നെയിം, ദെൻ യു സേ എക്സ്റ്റെൻസ്. ദാറ്റ് ഈസ് എ കീവേഡ്. അതെപ്പോഴും ഒരു കീവേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഏത് ക്ലാസ്സിൽ നിന്നാണോ നിങ്ങളുടെ ക്ലാസ് ഡിറൈവ് ചെയ്യുന്നത്, യു സേ എക്സ്റ്റെൻസ് ദ സൂപ്പർ ക്ലാസ് നെയിം. ഇതിപ്പോൾ ഇതാണ് നിങ്ങളുടെ പാരന്റ് ക്ലാസ് നെയിം ആൻഡ് ദിസ് ഈസ് യുവർ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ്. നിങ്ങൾ ചൈൽഡ് ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ യു സേ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം സം അതർ ക്ലാസ് ആൻഡ് ദാറ്റ് ക്ലാസ് ഈസ് എ പാരന്റ് ക്ലാസ്. സോ ദിസ് ക്ലാസ് ഷുഡ് ബി ഓൾറെഡി ഡിഫൈൻഡ്. ഇത് ഓൾറെഡി ഡിഫൈൻ ചെയ്തേക്കുന്ന ക്ലാസ് ആയിരിക്കും, എന്നാലേ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Okay, and inside the class you do the variable declaration and method declaration. Okay, so this is this is the syntax of defining a child class which is inheriting from a parent class. Example, നമുക്ക് ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചു. Okay, now employee can be anybody. For example, it can be an officer. Officer is an employee. Or it can be a programmer. Programmer is an employee. It can be a teacher. Teacher is an employee. Or it can be anybody who does some kind of employment. Some kind of employment. Okay. So employee എന്ന് പറയുന്നത് ഒരു parent class. Okay. Now employees എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു trait എന്ന് പറയുന്നത് they will all get salary. Okay, കാരണം anybody who is employed will get a salary. അപ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന parent ക്ലാസ്സിൽ you need to have a salary. ഇനി depending on the employee, ഓഫീസറോ പ്രോഗ്രാമറോ ടീച്ചറോ എംപ്ലോയി അതർ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും they might get a different bonus. ഇപ്പം ഓഫീസറിന് സാലറിയുടെ 10% ആയിരിക്കും ബോണസ്, പ്രോഗ്രാമറിന് സാലറിയുടെ 20% ആയിരിക്കും ബോണസ്. ഓക്കെ, ആൻഡ് ടീച്ചറിന് ചിലപ്പം ബോണസ് എന്ന് പറയുന്നത് 30% ആയിരിക്കും. ഓക്കെ, എവരിബഡി വിൽ ഹാവ് എ ബേസിക് സാലറി, ബട്ട് ദ ബോണസ് ഫോർ ഈച്ച് ഓഫ് ദ employee might be different. Okay, so we are creating a parent class called as employee who has a variable called as salary, and then we create a
child class called as programmer who has a bonus term, because the bonus is different for each of this officer, programmer, teacher classes. Okay, so employee is created, it's a parent class, salary is 40,000. You create a child class called as programmer, which extends employee, which means you are inheriting from the parent class. Okay, so because of this extends keyword, this is the parent class and this is the child class. Okay, so you see that the parent class is defined before the child class. Parent class, child class മുമ്പ് തന്നെ define ചെയ്തിരിക്കണം. എന്നാലേ you can use the extends keyword. Now inside the child class, you define a variable called as bonus, which will be different for different employees, and you define a method, which is the main method, and you are going to use the method. Now inside the method, you create an object for the programmer. So you created new programmer and assigned the object as P. P in varana or object creative. Ini. Now comes the important part. So you can reuse whatever is defined in the parent class in the child class. Parent class നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരു വേരിയബിൾ സാലറി എന്ന് പറയുന്ന കാര്യം വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ചൈൽഡ് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൈൽഡ് ക്ലാസ് ഒബ്ജക്റ്റ് വച്ചിട്ട് you can access the parent class methods and variables. Let's see. You see salary. Now salary is not defined in child class. It is defined only in the parent class. You have created an object of the child class. Now you can access, but you can access the parent class object salary using child class object, that is p dot salary. എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ basically you are accessing the variable of the parent class using the object of child class. നമുക്ക് സാലറി എന്ന് പറയുന്നത് നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, കാരണം സാലറി ഈസ് കോമൺ ടു ഓൾ ദ എംപ്ലോയീസ്, ബേസിക് സാലറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രോഗ്രാമറിനെ ഇൻഹെറിറ്റ് ചെയ്തപ്പോൾ പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്തപ്പോൾ യു ക്യാൻ ജസ്റ്റ് സേ പി ഡോട്ട് the object of the child class dot whatever be the variable of the parent class. Similarly, you can also access the bonus using the object of the child class, that is p dot bonus. Now if you represent in a block diagram, this employee is the parent class, then you put a down arrow. ചില കേസിൽ ഇത് അപ്പ് ആരോ കാണിക്കും, ബട്ട് എനിവേ ഇറ്റ് ക്യാൻ ബി ബോത്ത് വേ. Parent class and you inherit something called as the child class. So you inherit from employee to programmer, where employee is the parent class and programmer is the child class. Now let's look at the different types of inheritance. Number C++ പഠിച്ചപ്പോൾ there were around 5 to 6 types of inheritance. In Java there are only 3: single, multi-level and hierarchical. There is something called as multiple and hybrid inheritance, but that is implemented in a different way. ഒരു വേറൊരു രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വിൽ സി എവരിത്തിങ്. സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്, ഒരൊറ്റ ലെവലേ ഉള്ളൂ, എംപ്ലോയി നിന്ന് പ്രോഗ്രാമറിലേക്ക് ഒരു ഇൻഹെറിറ്റൻസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സിംഗിൾ ലെവൽ, ഒരൊറ്റ ലെവൽ. ഇതാണ് മെയിൻ പാരന്റ് ക്ലാസ് എങ്കിൽ, ഇതാണ് ചൈൽഡ് ക്ലാസ് എങ്കിൽ ഒരൊറ്റ ഇൻഹെറിറ്റൻസേ ഉള്ളൂ, ദാറ്റ് ഈസ് കോൾഡ് ആസ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, I hope everybody can hear me. Okay, fine. Next is called as multi-level. So you can see in this figure you have level 1 and level 2. There's a parent class which is called as animal, and there is the child class 1, and there is another child class here.
But this child class, which is dog, is also a parent class for baby dog. Okay. So animal എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഈ ആനിമലിന് കോമൺ പല ആനിമൽസും വരാം. ഫോർ എക്സാമ്പിൾ ടൈഗർ അല്ലെങ്കിൽ ലയൺ, അതല്ലെങ്കിൽ ഡോഗ്, ഇതൊക്കെ ആനിമൽസ് ആണ്. ഈ ആനിമൽസിന് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ ടെയിൽ, ദേ ഈറ്റ്, ദേ ഡ്രിങ്ക്, ഇതെല്ലാം കോമൺ ആണ്. But there are certain things which is only for particular animals. Tiger. Okay. Now, tiger lives in a den. Alengil, tiger is a carnivore. Okay. While dog is or lion lives in a den, but it can be it has something called as a pride. While tiger doesn't have a pride. Pride എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ലൈൻ ആണ് പ്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. Now let's see how it is implemented. So you have a class called as animal. Okay. Now it has one method. Method here means some functions which is done by that animal. For example, eat. So I say in the eat function, I say I'm just printing eating. Okay. Now dog is inherited from animal. The thing about dog which is different from all other animals is that it will bark. Okay. A lion will not bark, tiger will not bark, but dog will bark. So and then you say it is barking. Then there is baby dog. Okay. Now baby dog is extending from dog. So basically dog extends from animal, baby dog extends from dog. Now baby dog weep. Sadharana dogs weep cheyum, but anyway baby dog is the main baby dog usually weeps, it rarely barks. So weep is a functionality of a baby dog. Okay. So in this one, what we do is you create an object. So these are three classes. There is another class which is for main function, and you create the object of the main class, object of the child class. Okay. So baby dog in the object D എന്ന് പറയുന്നത് create ചെയ്തു. Now in baby dog class, you have only defined weep functionality, but you can access all the methods of its parent classes. Baby dog in the two parent class under dog animal, and animal nathu eat define cheyidekkunnu, dog nathu bark define cheyidekkunnu. If you create an object of baby dog, you can access its methods, which is beep, beep. You can access the method of parent class. It can access the method of parent to parent class. എത്ര ലെവൽ ഉണ്ടെങ്കിൽ പോലും എല്ലാ parent classന്റെയും methods access ചെയ്യാൻ പറ്റും. If you create an object of the child class. പക്ഷേ if you create an object of the parent class, you cannot access the methods of the child class. അതായത് parent to child പറ്റും, child to parent പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഫിസിക്കലി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛന് 5 ലക്ഷം രൂപ വേണമെന്ന് പറയുകയാണെങ്കിൽ will you able to give? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ഇൻ ജാവ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇൻ റിയൽ ലൈഫ് മൈറ്റ് ബി പോസിബിൾ, ബട്ട് ഇറ്റ് ഈസ് റെയർ. ഓക്കെ, ഫൈൻ. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് നമ്മൾ പറഞ്ഞു, പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞത് മൾട്ടിപ്പിൾ ലെവൽ ആണ് പറഞ്ഞത്. ഓക്കെ. ഹൈറാർക്കി, യു സീ സം കൈൻഡ് ഓഫ് എ ഹൈറാർക്കി. ഫോർ എക്സാമ്പിൾ ആനിമൽ എന്ന് പറയുന്നത് ഡോഗ് ആവാം, ക്യാറ്റ് ആവാം. So there is some kind of a hierarchy. So you create a parent class called as animal. You define eat, because eat, dogs will eat, cat will eat. Now dog is extended from animal and it has a method called as bark. Dog bark. Cat is extended from animal. It has something called as meow.
So meow ചെയ്യുന്നത് cat ആണ്, dog meow ചെയ്യാറില്ല. So when you can create an object of cat, and you can access using that object meow and eat. Okay, because cat has the parent class animal, so it can access all the methods defined in animal. Okay, it can also access its own method, which is meow. So c dot meow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a method defined in cat, but c dot eat is a method defined in animal. Okay, but you cannot access c dot bark. ഇത് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. The reason is there is no connection between cat and dog. They are totally independent. കണക്ഷൻ ഉള്ളത് പാരന്റ് ക്ലാസ് വെച്ചിട്ടാണ്. പക്ഷേ കാറ്റിന് പാരന്റ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാം, ഡോഗിനും പാരന്റ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാം. പക്ഷേ രണ്ട് സെയിം ലെവലിലുള്ള ആൾക്കാർ തമ്മിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ സി ഡോട്ട് ബാർക്ക് എന്ന് പറയുന്നത് ഈസ് റോങ്. ഓക്കെ, ദിസ് ഇസ് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. Okay, so these are the three different types of inheritance: multi-level, multi-level we'll see later. Okay, now ഇത് കുറച്ച് ഒരു എക്സ്പ്ലനേഷൻ ഉള്ളതാണ് മെത്തേഡ് ഓവർറൈഡിങ് ഇൻ ജാവ. Okay, so you see, let's say you have a method which is defined, or a function which is defined in parent class and child class. A same method is declared in the parent class. Okay, if you define such a method, then it is called as method overriding. In other words, if a subclass provides the specific implementation of a method that has been declared by one of its parent class, it is known as method overriding. നിങ്ങളുടെ പാരന്റ് ക്ലാസ്സിലും നിങ്ങളുടെ ചൈൽഡ് ക്ലാസ്സിലും നിങ്ങൾ സെയിം പേരും സെയിം പാരാമീറ്ററും സെയിം നമ്പർ ഓഫ് പാരാമീറ്ററും ഉള്ള മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ then it is called as method overriding. We'll see why it is called as overriding. So if two methods are defined in subclass and superclass with same name, same number of parameters, same type of parameters, then when that method is called, ആ മെത്തേഡ് നമ്മൾ വേറെ ഏതെങ്കിലും ഫംഗ്ഷനിൽ നിന്ന് വിളിക്കുകയാണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിളിക്കുകയാണെങ്കിൽ, the method defined in the subclass is invoked and executed instead of the one in the superclass. അങ്ങനെ കേസ് വരാണെങ്കിൽ സബ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത മെത്തേഡ് മാത്രമേ വിളിക്കത്തുള്ളൂ. ഇറ്റ് വിൽ നോട്ട് ഇൻവോക്ക് ദ മെത്തേഡ് ഇൻ ദ സൂപ്പർ ക്ലാസ്. വിൽ സീ ദ എക്സാമ്പിൾ ടു മേക്ക് ഇറ്റ് ക്ലിയർ. നൗ ബിഫോർ ഗോയിങ് ടു ദ എക്സാമ്പിൾ, വിൽ സീ ദ യൂസേജ് ഓഫ് മെത്തേഡ് ഓവർറൈഡിങ്. ഇത് പലപ്പോഴും പല പ്രാവശ്യം സെമസ്റ്റർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. Method overriding is to provide specific implementation for a method which is already provided by superclass. Method overriding is for runtime polymorphism. Rules നേരത്തെ പറഞ്ഞ പോലെ സെയിം നെയിം ആവണം, സെയിം പാരാമീറ്റർ ആവണം. ദർ മസ്റ്റ് ബി എൻ ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലാസസ്. അതായത് എന്തെങ്കിലും തരത്തിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നതായിരിക്കണം. വിൽ സീ ദിസ് എക്സാമ്പിൾ. വെഹിക്കിൾ ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ദർ ഇസ് എ മെത്തേഡ് കോൾഡ് ആസ് റൺ. ദർ ഇസ് നോ ഇൻപുട്ട് പാരാമീറ്റേഴ്സ്, റിട്ടേൺ ടൈപ്പ് ഈസ് void. Bike 2 class define ചെയ്തിരിക്കുന്നു. It is inherited from the vehicle class. It has a method called as run. There is no number of parameters. The return type is void. So these two methods are exactly same, except that whatever is written inside the method is different. One is says vehicle is running, other says bike is running safely. Now you create an object of the child class. Child class in the object create ചെയ്തു. Okay, then you call object dot run. Ideally speaking, whenever you create an object of child class, it will, and you call a function, it should, when you create an object of the child class, basically there is a parent class object is also being created internally and the methods are called. But when you call the method dot run, it can either call the method of child class, sorry, parent class, or you can call the method of child class. And രണ്ട് possibilities ആണ് ഉള്ളത്. In Java, when you have the same method in parent class and child class, and you create an object of the child class and you call the method, it will call the method for the child class. That is called as method overriding. Okay, so when you call this, the void run method is called. എന്ന് വെച്ച് കഴിഞ്ഞാൽ
void run method in parent class is overridden. This method is overridden. Overridden എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിൽ കയറി അടുത്തത് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് ഓവർറൈഡ് ചെയ്യുക. Okay, that is called as override. So this is called as method override. Now there are some limitations in overriding. Final methods എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് ഓവർറൈഡിങ് മെത്തേഡ് മസ്റ്റ് ഹാവ് സെയിം റിട്ടേൺ ടൈപ്പ്. അപ്പോൾ നമ്മളൊരു മെത്തേഡ് ഫൈനൽ ആയിട്ടോ സ്റ്റാറ്റിക് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ യു കനോട്ട് ഓവർറൈഡ് എ മെയിൻ മെത്തേഡ്. Now there is something called as a super keyword. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് മെത്തേഡ് പാരന്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും സെയിം നെയിമിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റ് ക്ലാസ്സിലെ മെത്തേഡ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും? There comes the super keyword. So നമ്മൾ അസ്യൂം ചെയ്യുക, if there is a variable or a method declared in both superclass and subclass. Now how to invoke both of them? രണ്ടും ഇൻവോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹിയർ ദ സൂപ്പർ കീവേഡ് കംസ് ഇൻ ടു പിക്ചർ. സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സൂപ്പർ കീവേഡ് ഇൻ ജാവ ഈസ് റെഫറൻസ് വേരിയബിൾ വിച്ച് ഈസ് യൂസ്ഡ് ടു റെഫർ ഇമ്മീഡിയറ്റ് പേരന്റ് ക്ലാസ് ഒബ്ജക്റ്റ്. അതായത് ചൈൽഡ് ക്ലാസ്സിൽ നിന്ന് സൂപ്പർ ഡോട്ട് ഒരു വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ പേരന്റ് ക്ലാസ്സിൽ ആ വേരിയബിൾ നെയിം ഉണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുന്നത്. സോ വിൽ സീ ദ എക്സാമ്പിൾസ്. Whenever you create the instance of a subclass, an instance of parent class is created implicitly, which is referred by super reference variable. That I am talking about. Usage of super keyword. Make sure you know this because ഇത് some example ചോദിച്ചിട്ടുണ്ട് multiple times. Usage of super keyword. Multiple times എന്ന് പറഞ്ഞാൽ സപ്ലി എക്സാമിനും some examiനും multiple times ചോദിച്ചിട്ടുണ്ട്. Okay. So super. So we will see each one of them one by one. First one. Super is to refer immediate parent class instance variable. Let's say an example. So animal is the super class. Animal is dog class extends from animal, so that is the subclass. Now I have defined test super to define my main method. In animal, you have a variable defined called as color, and the value is white. In dog, which is extending from animal, I also define the same variable, but the color value of the variable is black. Now I created in the main method a class, a object called as D, okay, which is of the child class. Okay, then I said D print the color. I need to print the color. Okay, now when so d dot print color will call this function void print color, and I am printing color. Now I want to print the value of the color in the child class and in the super class. So when I say color, simply I will print the value of the variable inside that class. But when I say super dot color, then it will print the value of the color in the parent class. Okay, so super keyword is used to access any variable or a method which is defined in the parent class and has a which is defined in the parent class. Parent class la angana variable define ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ ആയിരിക്കും യൂസ് ചെയ്യുക. So this is the use of super. Okay, now super is also used to invoke parent class method. നമ്മളിപ്പോൾ കണ്ടത് ഒരു വേരിയബിൾ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ സൂപ്പർ ക്ലാസ് വെച്ചിട്ട് നമുക്ക് പാരന്റ് ക്ലാസിന്റെ മെത്തേഡും ഇൻവോക്ക് ചെയ്യാം. സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ. We will go one by one. So I have an animal which has a method called as eat. The dog class is extending from animal, which means dog class is inherited from animal. I also have the same method called as eat with other methods bark and work. Okay, and then I have defined a class called as test super, which has the main method, and I have defined and I have created an object
called as D, which is an object of the child class dog, and I call D dot work. So when I call D dot work, it is going to call the work method. Now inside the work method, I want to access the uh, method in the parent class. അപ്പോൾ അതിന് വേണ്ടിയിട്ട് when I say super dot eat, it will call the method in the parent class. Okay, so super dot കൊടുത്തു കഴിഞ്ഞാൽ super dot വേരിയബിളോ മെത്തേഡോ കൊടുത്തു കഴിഞ്ഞാൽ parent classിലെ values ആയിരിക്കും access ചെയ്യുന്നത്. The last usage is to invoke parent class constructor. Okay, so if you look at here, animal has a constructor called as animal, and prints animal is created. Dog is extended from animal. It has a constructor which prints dog is created. When I create dog object D, it will call the constructor of the dog class. So dog will be called. Now in this constructor, I want to call the constructor of the parent class. So in that case, you just say super in brackets, no arguments. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ it will call the animal constructor. അല്ലാതെ നമുക്ക് ആനിമൽ കൺസ്ട്രക്ടറിനെ വിളിക്കണമെങ്കിൽ ആനിമൽ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് അങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. I want to create only the object of dog class. അപ്പം അങ്ങനെ ഞാൻ create the, so ഈ super keyword വെച്ച് you can call the super class. Next is final keyword. So final keyword is you can create a variable method of class as final. Final എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചേഞ്ച് ഉണ്ടാവില്ല, അതാണ് final. So final means you cannot change. That is called as final. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഫൈനലിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനകത്തേക്ക് നിങ്ങൾക്ക് വാല്യൂ മാറ്റാൻ പറ്റില്ല. ഒരു മെത്തേഡ് ഫൈനലായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡിന്റെ ഒരു വാല്യൂസും ആക്സസ് ചെയ്യാൻ പറ്റില്ല. Okay, so we'll see one. So here you are making this variable speed limit as final. So syntax ഇങ്ങനെയാണ് സാധാരണ രീതിയിലുള്ള വേരിയബിൾ ഡിക്ലറേഷൻ, that is this one, and you put the keyword final here. You say speed limit is equal to 90. നമ്മൾ ആദ്യമേ ആ സ്പീഡ് ലിമിറ്റിന്റെ വാല്യൂ പറയുന്നു. അത് കഴിഞ്ഞിട്ട് if you do inside the class, if you try to change the value of the variable, so here you are trying to change the value of the variable 400, then this gives a compilation error. It will not allow you to change the value. That is called as final. Similarly, you create a method called as run the normal way, and then you append this final keyword. Now when you try to call, you have define a method called as run, same method in its child class, this will cause a compilation error because you will not be able to override the method if the final keyword is used. So you will not be able to override if the method is final. Okay, so this is fine. Now access modifiers, അത് നമ്മൾ C++ ഓൾറെഡി കണ്ടതാണ്. പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, ആൻഡ് ഡിഫോൾട്ട് ഈസ് ന്യൂ ആക്സസ് മോഡിഫയർ. പ്രൈവറ്റ് ആണെങ്കിൽ യു ക്യാൻ ഡു മെനി തിങ്സ്. സോ ഇൻസ്റ്റെഡ് ഐ വിൽ യൂസ് ദിസ് ചാർട്ട്. സോ പബ്ലിക് വെച്ചിട്ടാണെങ്കിൽ യു ക്യാൻ ഡു എവരിത്തിങ്. ഏത് ക്ലാസ്സിൽ നിന്നും ഏത് പാക്കേജിൽ നിന്നും ഏത് ഫയലിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പബ്ലിക് വേരിയബിൾ ആക്സസ് ചെയ്യാം. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ക്ലാസ്സിന് പുറത്തൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കി എവിടെ നിന്ന് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. ഡീഫോൾട്ട് ആണെങ്കിൽ ഡിഫറെന്റ് പാക്കേജിലുള്ള സബ് ക്ലാസ്സസിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൈവറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിനകത്ത് നിന്ന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ വിസിബിലിറ്റി ചാർട്ട്. ആൻഡ് ദീസ് ആർ സം ക്വസ്റ്റ്യൻസ് ആൻഡ് you can write it down in your notebook and submit it when you come to class. Anybody have any questions? Any questions?
Okay, so we have one more small topic and then we will end. So this is called as interfaces. This is a ചെറിയ ടോപ്പിക് മാത്രമാണ്. So interface എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's called as a blueprint of the class with methods and variables. Methods and variables are abstract methods and final variables respectively. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് പോലെ തന്നെയാണ്, പക്ഷെ അതിനകത്ത് നമ്മൾ വേരിയബിൾസ് ഫൈനൽ എന്നുള്ള രീതിയിലായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അതിനകത്തുള്ള മെത്തേഡ്സ് നമ്മൾ ഒരിക്കലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഡിഫൈൻ ചെയ്യില്ല. മെത്തേഡ്സ് ഓഫ് ഇന്റർഫേസ് ഡു നോട്ട് ഹാവ് എ ബോഡി. അതായത് നമ്മൾ മെത്തേഡാണ് വോയിഡ് ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേളി ബ്രേസസിനകത്ത് വി വിൽ ഡു സം കൈൻഡ് ഓഫ് കോഡിങ്, ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്റർഫേസിൽ നമ്മൾ മെത്തേഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ബോഡി ഉണ്ടാവില്ല. ഓക്കെ, classes that implements interface must implement all method of that interface. That we'll see using an example. You can implement more than one interface in a class. Using interface, you can implement multiple and hybrid interface. Syntax എങ്ങനെയാണ്? ക്ലാസിന്റെ പോലെ തന്നെ ഇന്റർഫേസ് നെയിം, ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതൊരു കീവേഡ് ആണ്. Okay, and then you say the name of the interface. Then you declare the variables and methods. Now variables should be static and final, and you say variable name. Interface മെത്തേഡിനകത്ത് യു ജസ്റ്റ് ഡിഫൈൻ ദിസ്, അത്രേ ഉള്ളൂ. റിട്ടേൺ ടൈപ്പ്, പേര്, എന്തൊക്കെ പാരാമീറ്റർ ഉണ്ട്, അത്രേ ഉള്ളൂ. അതാണ് ഇന്റർഫേസ് നെയിം. സോ ലെറ്റ്സ് സേ an example. ഐറ്റം എന്ന് പറയുന്ന ഇന്റർഫേസ് ആണ്. സോ you say item, which is the keyword. Interface, you say interface, this is a keyword. Item is the name of the interface. You define the variables as static final, int code, and you assign a value. Similarly, you define another variable static final. So this static final should be the string and name. Okay, and then you define the method. ഈ മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്തൊരു ഇംപ്ലിമെന്റേഷൻ ഇല്ല, ഈ മെത്തേഡിന് ഒരു ബോഡി ഇല്ല. ജസ്റ്റ് സേ വോയിഡ് ഡിസ്പ്ലേ. ഇനി ഏതൊക്കെ ക്ലാസ് ഈ ഇന്റർഫേസ് ഉപയോഗിക്കുന്നോ ആ ക്ലാസ്സിൽ വേണം ഇത് ഡിഫൈൻ ചെയ്യാൻ. Okay, so we'll see an example. Now, just like classes, interface നമുക്ക് inherit ചെയ്യാൻ പറ്റും. Interface can also be extended. That is, interfaces can be sub-interface from other interfaces. Okay, so this is the syntax. Interface name to extends name. So this is the parent interface, and this is the child interface. Okay, so let's see an example. So interface item constants. An interface ആണ്. ആ ഇന്റർഫേസിനകത്ത് ഞാൻ വേരിയബിൾ മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. and their variables are static final. The value is 1000. I declare another variable called as name, and it is fine. Okay, I declare an interface called as item, which is extending from item constant. So item constant in the, and I declare a method, just display. Okay, now I can do one thing. I can declare another variable called as item. So I have declared, in this case I have declared item constants and item methods. I can combine these two. Okay, it says extends item constant item methods, which is basically a multi-level inheritance. Okay, so interface item is inherited from item constant item methods. In which there is something called as item constants, and there is something called as item methods, and you have something called as item. Item gets inherited from item constants and item methods. Okay, a class can implement an inheritance. So you say class name, instead of extends you implement interface. A class can extend superclass and implement an interface. In which class name, it is inheriting from superclass, and it is implementing multiple inheritance. Okay,
You say what is the body of the class. Okay. We'll see an example to make it clear. So let's write an example where you are printing the area. Area print ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുകയാണ്. Okay. So what we are doing is we create an interface for area. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെക്ടാങ്കിളിന്റെ ഏരിയ ആൻഡ് സർക്കിളിന്റെ ഏരിയ. ഓക്കെ. ഇനി അതല്ല എനിക്ക് വേണമെങ്കിൽ കോണിന്റെ ഏരിയ വരാം, അതല്ലെങ്കിൽ ട്രപ്പീസിന്റെ ഏരിയ വരാം. ഇപ്പോൾ കോണിന്റെ സർക്കിളിന്റെ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യൂസ് സംതിങ് കോൾഡ് ആസ് പൈ. ഓക്കെ. അപ്പോൾ പൈ എന്ന് പറയുന്നത് 3.14 എന്നുള്ള വാല്യൂ ഇത് രണ്ടിനും കോമൺ ആണ്. സോ ഐ ക്യാൻ പുട്ട് ദിസ് ഇൻ എ ഇന്റർഫേസ്. ഓക്കെ. ഈ മൂന്ന് കേസിലും അല്ലെങ്കിൽ ഏതൊക്കെ ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നുണ്ടോ ആ മൂന്ന് കേസിലും ഐ ക്യാൻ ക്രിയേറ്റ് എ മെത്തേഡ് കോൾഡ് ആസ് കമ്പ്യൂട്ട്. കമ്പ്യൂട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ട് ഏരിയ. ഐ ക്യാൻ പാസ് ദ പാരാമീറ്റേഴ്സ് ഫോർ കമ്പ്യൂട്ടിംഗ് ഏരിയ. ഇപ്പോൾ റെക്ടാങ്കിളിലാണെങ്കിൽ ഫസ്റ്റ് സൈഡ്, സെക്കൻഡ് സൈഡ്. സർക്കിൾ ആണെങ്കിൽ ഐ ക്യാൻ ടേക്ക് എക്സ് ആസ് ദ റേഡിയസ് ആൻഡ് ഐ ക്യാൻ ഡിസ്കാർഡ് വൈ. ഓക്കെ. അപ്പം ഇൻ ഇന്റർഫേസ് യു ക്യാൻ ക്രിയേറ്റ് the method compute and you can define a final variable pi. Okay. So in this interface area I have defined a final variable called as pi and I have defined a function called as compute. Now this compute function should be implemented by the class which implements this interface. We'll see one by one. So you have a class called as rectangle, you have a class called as circle. Now both this class is implemented the interface area. So implements area. Okay. Since it implements area and area interface has already given the method compute, you need to define the method compute inside each of this class. Class another define ചെയ്തിരിക്കണം interface. Okay. With the same number of parameters, with the same return time, with the same function name. Okay. So you see that you have defined that compute functionality in the both the classes. So it has the same declaration as that of interface, but body is different in both classes. കാരണം അതിനകത്ത് ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് തീരുമാനിക്കാം ഓരോ ക്ലാസ്സിലും. കാരണം റെക്ടാങ്കിളിന്റെ കേസിലാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ ആണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ കേസ് ആണെങ്കിൽ സർക്കിളിന്റെ കേസ് ആണെങ്കിൽ we take x as our radius, so pi into r square. Okay. So pi you have already defined here, so you can directly use. Now you create a class called as interface text test to run this and check if it is correct. So what we do, you create an object of rectangle, you create an object of circle using new keyword. Then while creating an object of interface, you don't want to use a new keyword. You can just directly say area. So area is the interface name. Okay. You just say area space area. That's all. Then you point the object of rectangle to the area interface. Okay. So what you did was there is an object called as rectangle. There is an object called as circle or serve. Now there is an object for, or you can define an interface called as area. Now when I do area is equal to rect, what it does is now rect is pointing to area. Now area rect has compute method implemented. This has the compute method declared. Okay. Now when I say area dot compute 10,10, then so you access the compute functionality of rect now using the object area. So when you say area dot compute of 10,10, it will call the compute functionality of rectangle and it will calculate the area. Okay. Similarly, so you see the area dot compute will call the compute functionality of the rectangle because you are pointing the area to the rect object.
Now again, you have area, sorry, yeah, you have area, you have rect, you have circle, and each has compute. This also has compute. Now when I say area is equal to circle, then now the circle is pointing, sorry, the area is pointing to circle. Now there is no pointer to rectangle because now the pointer has been changed. Now when I call area dot compute, then it will call the compute function of the circle. Okay, so when I call area dot compute, it will call the compute function of the circle and it will return the area of the circle. So that's how you implement an interface. Okay, so this is the, so basically interface are used interface has the interface keyword. When a class needs to implement an interface, you use implements keyword. Inside the interface, you can have final static variables and method. The method does not have a body inside interface. Whichever class is implementing the interface need to define the body of the, need to implement that method, which means you need to define the body of the interface. Okay, and you can create an object of the interface without a new keyword. You can point that object to whichever object you would like, or whichever object which has implemented the interface, and use the functionalities. Okay, again, these are some questions. So all these slides are already being shared with you in the previous WhatsApp groups, previous post in WhatsApp group. So make sure you look at these slides and answer all these questions. And once you come back, please submit it to me. Okay. So I think I am done with the presentation. Anybody have any questions? You can mark your attendance as present. So there were a lot of students who told me that they were when I published attendance that അവർക്ക് അറ്റൻഡൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു. ഇനി ആ പ്രശ്നം ഉണ്ടാവരുത്. അറ്റൻഡൻസ് വേണമെന്നുള്ളവർ പ്ലീസ് മാർക്ക് ഇറ്റ് ആസ് പ്രസന്റ്.